Most often, we are also perplexed with the questions. Here we are discussing such a question. The three questions by Leo Tolstoy. മൂന്ന് ചോദ്യങ്ങൾ ലിയോ ടോൾസ്റ്റോയുടെ മൂന്ന് ചോദ്യങ്ങൾ എന്ന വളരെ പ്രശസ്തമായ ഒരു ഷോർട്ട് സ്റ്റോറിയാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ആൻഡ് ലിയോ ടോൾസ്റ്റോയ് ഈസ് ദി ഫേമസ് റഷ്യൻ റൈറ്റർ ആൻഡ് ഹീസ് റിഗാർഡഡ് ആസ് ദി മോസ്റ്റ് ഫേമസ് ആൻഡ് മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ റൈറ്റർ ഓഫ് ഓൾ ടൈം. എല്ലാ കാലഘട്ടത്തിലെയും മികച്ച എഴുത്തുകാരൻ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച എഴുത്തുകാരൻ എന്നറിയപ്പെടുന്ന റഷ്യൻ റൈറ്ററാണ് ലിയോ ടോൾസ്റ്റോയ്. And the three questions is a short story by Leo Tolstoy published in 1903 in his collection What Men Live By and Other Tales. The three questions എന്ന ഈ ഷോർട്ട് സ്റ്റോറി 1903 പബ്ലിഷ് ചെയ്തതാണ്. ആ കളക്ഷൻ വാട്ട് മെൻ ലിവ് ബൈ ആൻഡ് അതർ ടെയിൽസ് എന്ന കളക്ഷനിലാണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത്. And the story is in the form of a parable in which a king wants to find answers to three most important questions in his life. ഇതൊരു പാരബിൾ, ഒരു ഉപമ രീതിയിലാണ് ഈ ഒരു ഷോർട്ട് സ്റ്റോറി എഴുതപ്പെട്ടിരിക്കുന്നത്. ഇതില് ഒരു രാജാവ് മൂന്ന് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, അതിന് ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു കഥയാണ്. And one day a king determines that he can face any problem if he can find the answer to three important questions in his life. ഒരു രാജാവ്, അദ്ദേഹം ഒരിക്കൽ ചിന്തിക്കുന്നു തനിക്ക് ഏത് പ്രശ്നവും നേരിടാൻ സാധിക്കും, തന്റെ മൂന്ന് ചോദ്യങ്ങൾ, ആ മൂന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ സാധിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ ഒരു പ്രശ്നവും ഇല്ല, അല്ലെങ്കിൽ ഒരു ഏത് പ്രതിസന്ധിയെയും തനിക്ക് നേരിടാൻ സാധിക്കും എന്ന് രാജാവ് ഉറച്ചു വിശ്വസിക്കുന്നു. അതിന് മൂന്ന് ചോദ്യങ്ങളാണ്. ഫസ്റ്റ് വൺ, വാട്ട് ഈസ് ദി ബെസ്റ്റ് ടൈം ടു ബിഗിൻ എവറിഥിങ്? ഏതും തുടങ്ങാനുള്ള സമയം. നമ്മൾ പറയാറുണ്ട് ശുഭമുഹൂർത്തം നോക്കുക, അല്ലെങ്കിൽ നല്ല കാലം നോക്കുക, രാഹുകാലം നോക്കുക എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ഒരു കാര്യം തുടങ്ങാനുള്ള ഏറ്റവും നല്ല സമയം ഏതാണ്? ഒന്നാമത്തെ ചോദ്യം അതാണ്. ആൻഡ് രണ്ടാമത്തെ ചോദ്യം, ഹൂ ആർ ദി ബെസ്റ്റ് പീപ്പിൾ ടു ലിസൺ ടു? നമ്മൾ ചെവി കൊടുക്കേണ്ട ആളുകൾ ആരാണ്? അതായത് ആരുടെ വാക്കുകൾക്കാണ് നമ്മൾ ചെവി കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ആരുടെ വാക്കുകളാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്? മൂന്നാമത്തേത്, വാട്ട് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ടു ഡു? നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്താണ്? അതായത് നമ്മൾക്ക് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും പ്രധാനപ്പെട്ടതായിരിക്കും, അതിൽ നമ്മൾ ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഈ മൂന്ന് ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്താൻ സാധിക്കുകയാണ് എങ്കിൽ തനിക്ക് ജീവിതത്തിൽ മറ്റൊരു പ്രശ്നവും ഉണ്ടാകില്ല എന്ന് രാജാവ് ഉറച്ചു വിശ്വസിക്കുന്നു. ആൻഡ് മെനി എഡ്യൂക്കേറ്റഡ് പീപ്പിൾ അറ്റംപ്റ്റഡ് ടു ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഓഫ് ദ കിങ്. അങ്ങനെ അദ്ദേഹം പല ആളുകളോടും ഈ ചോദ്യങ്ങൾ ചോദിച്ചു. അങ്ങനെ പല ആളുകളും അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ശ്രമിച്ചുവെങ്കിലും ദ കിങ് വാസ് നോട്ട് സാറ്റിസ്ഫൈഡ്. രാജാവിന് ആ ഉത്തരങ്ങളിലൊന്നും തൃപ്തി വന്നില്ല. ആൻഡ് the king was not satisfied with the words of the people. Educated people ഒരുപാട് പേര് വന്നു, ഒരുപാട് ഫിലോസഫേഴ്സ് വന്നു, അവരൊക്കെ മറുപടി പറഞ്ഞു എങ്കിലും അതിലൊന്നും രാജാവിന് തൃപ്തി ഉണ്ടായില്ല. And the king decided to ask a wise hermit in a nearby village. അങ്ങനെ രാജാവ് തീരുമാനിക്കുന്നു, തന്റെ ഗ്രാമത്തിൽ, അതായത് അടുത്ത ഗ്രാമത്തിൽ, തന്റെ രാജ്യത്തിനോട് ചേർന്നുള്ള ഒരു ഗ്രാമത്തിൽ ഒരു സന്യാസി ശ്രേഷ്ഠനുണ്ട്, അദ്ദേഹത്തോട് ഇതിന്റെ ഉത്തരം ചോദിക്കാം എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു. അങ്ങനെ തീരുമാനിക്കുന്നു. And the hermit would like to see common folk, and so the king disguised himself as a peasant and left his guards behind to see the hermit. അങ്ങനെ ഈ സന്യാസിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം സാധാരണക്കാരുമായിട്ട് മാത്രമേ ഇടപെടുള്ളൂ. സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് അദ്ദേഹത്തിന്റെ അടുത്ത് വരാറുള്ളത്. അതുകൊണ്ട് രാജാവ് വേഷം മാറി, വേഷപ്രശ്നനായിട്ട്, അതായത് ഒരു കർഷകന്റെ വേഷത്തിൽ ഹെർമിറ്റിനെ കാണാനായിട്ട്, ഈ ഹെർമിറ്റ് മീൻസ് സന്യാസി, ഈ സന്യാസിയെ കാണാൻ ഒരു കർഷകന്റെ വേഷത്തിൽ വന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ, രാജാവിന്റെ കൂടെ ഗാർഡുകളുണ്ട്, അതായത് അദ്ദേഹത്തിന്റെ പ്രൊട്ടക്ഷന് വന്ന സോൾജിയേഴ്സ് ഒക്കെ ഉണ്ട്. അവരെയൊക്കെ ഒരു ദൂര സ്ഥലത്ത് മാറ്റി നിർത്തിയിട്ടാണ് രാജാവ് കർഷകന്റെ വേഷത്തിൽ ഈ സന്യാസിയെ കാണാൻ എത്തുന്നത്. ആൻഡ് വെൻ ദ കിങ് അറൈവ്ഡ് there, the saint was digging flower beds. രാജാവ് അവിടെ എത്തിച്ചേരുന്ന സമയത്ത് നമ്മുടെ ഹെർമിറ്റ് സന്യാസി ചെടിക്ക് വേണ്ടിയിട്ട് കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ചെടികൾ നടാൻ വേണ്ടിയിട്ട് അവിടെ ഗാർഡനിങ്ങിന് വേണ്ടിയിട്ട് കുഴികൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ദ കിങ് ആസ്ക്ഡ് ഹിസ് ക്വസ്റ്റ്യൻസ്
but the hermit went on his work. അവിടെ എത്തിച്ചേർന്ന രാജാവ് സന്യാസിയോട് വർത്താനമൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം 3 ചോദ്യങ്ങൾ ചോദിക്കുന്നു. നേരത്തെ പറഞ്ഞ 3 ചോദ്യങ്ങൾ ചോദിക്കുന്നു. പക്ഷേ ആ സന്യാസി ശ്രേഷ്ഠൻ അതിന് മറുപടി പറയുന്നില്ല. And the king asked the questions, but the hermit was not ready to answer. അദ്ദേഹം ഒന്നും പറയുന്നില്ല. And the king offered to dig for some time. ഒരു മറുപടിയും പറയാതെ ജോലി തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് സന്യാസി. അതായത് അദ്ദേഹം ചെയ്യുന്ന ജോലി ഇപ്പൊ എന്താണ്, ചെടികൾ നടാൻ വേണ്ടിയിട്ട് കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഹി ഈസ് കണ്ടിന്യൂയിങ് ഹിസ് വർക്ക്. അദ്ദേഹത്തിന്റെ ജോലി അദ്ദേഹം തുടർന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഈ ജോലി തുടർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ദ കിങ് ആസ്ക്ഡ് ടു ഹെൽപ്പ് ഹിം. അദ്ദേഹത്തെ, അതായത് ഹി ഓഫേർഡ് ടു ഡിഗ്, അതായത് ചെടി നടാൻ വേണ്ടിയിട്ട് ഞാനും കൂടെ കുഴിച്ചു തരട്ടെ എന്ന് രാജാവ് ചോദിക്കുന്നു. ആൻഡ് ആഫ്റ്റർ ഡിഗിങ് ഫോർ സം ടൈം ദ കിങ് ആസ്ക്ഡ് ദ ക്വസ്റ്റ്യൻസ് അഗൈൻ. അങ്ങനെ ഹെർമിറ്റ് സമ്മതിക്കുന്നു. അങ്ങനെ കുറച്ചു നേരം കുഴിക്കുന്നു. നമ്മുടെ രാജാവ് കുറച്ചു നേരം കുഴിച്ചതിന് ശേഷം അദ്ദേഹം വീണ്ടും ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഈ 3 ചോദ്യങ്ങൾ വീണ്ടും ചോദിക്കുന്നു. സഡൻലി എ മാൻ കെയിം ഫ്രം ദ വുഡ്സ് ബ്ലീഡിംഗ് വിത്ത് എ ടെറിബിൾ സ്റ്റൊമക് വൂണ്ട്. പെട്ടെന്ന് ഈ ചോദ്യങ്ങൾ രാജാവ് ചോദിച്ച ഉടനെ തന്നെ ഒരു മനുഷ്യൻ ഓടി വരുന്നു. തൊട്ടടുത്ത് ഫോറസ്റ്റ് ആണ്. ആ ഫോറസ്റ്റിൽ നിന്നും ഒരു മനുഷ്യൻ ഓടി വരുന്നു. അയാളുടെ വയറ്റിൽ കുത്തുകൊണ്ടിട്ടുണ്ട്. ആ കുത്തുകൊണ്ട് രക്തം വാർന്നൊഴുകുന്ന അവസ്ഥയിൽ ഒരു മനുഷ്യൻ ഓടി വരുന്നു. ആൻഡ് ദ കിങ് ടേക്ക് കെയർ ഓഫ് ഹിം ആൻഡ് ദേ സ്റ്റേഡ് at the hermit's hut in the night. അങ്ങനെ അവിടെ എത്തിച്ചേരുന്ന ആ മുറിവ് പറ്റിയ മനുഷ്യനെ രാജാവ് ശുശ്രൂഷിക്കുന്നു. അങ്ങനെ അവര് ആ ദിവസം ആ ഹെർമിറ്റിന്റെ കുടിലിൽ താമസിക്കുന്നു. And the next day the wounded man got better and was amazed at the help that he got from the king. പിറ്റേ ദിവസം ഈ മുറിവ് പറ്റിയ മനുഷ്യന് കുറച്ച് സുഖമാകുന്നു. അദ്ദേഹം രാജാവിനെ കണ്ട് ഞെട്ടിപ്പോകുന്നു. അതേപോലെ തന്നെ രാജാവ് തന്നെ സഹായിച്ചത് ഓർത്തപ്പോഴത്തേക്കും വളരെയധികം സന്തോഷം തോന്നുന്നു. അതേപോലെ തന്നെ ആശ്ചര്യം തോന്നുന്നു. കാരണം he confessed that he came there to take revenge on the king as the king executed his brother and seized his property. രാജാവ് തന്ന ആ ഒരു സ്നേഹം, സഹായം അല്ലെങ്കിൽ ആ ഒരു ശുശ്രൂഷയൊക്കെ കണ്ട് അതിശയിച്ച ഈ വ്യക്തി ശരിക്കും രാജാവിനെ കൊല്ലാൻ വേണ്ടി വന്ന മനുഷ്യനാണ്. കാരണം ഇദ്ദേഹത്തിന്റെ സഹോദരനെ രാജാവ് വധിച്ചു, തൂക്കിക്കൊന്നു. അങ്ങനെ രാജാവ് വധിച്ചു. രാജാവ് ഇയാളുടെ സഹോദരനെ വധിച്ച് അയാളുടെ സ്വത്ത് കണ്ടുകെട്ടിയതാണ്. അതിന്റെ പ്രതികാരമായിട്ട് രാജാവിനെ കൊല്ലാൻ വന്നതാണ് ഈ മനുഷ്യൻ. പക്ഷേ ഈ ഗാർഡുകള് അദ്ദേഹത്തെ പിടികൂടുകയും അങ്ങനെ മുറിവേൽപ്പിക്കുകയും ചെയ്തതാണ്. ആൻഡ് ഇൻ ഫാക്ട് ഹി കെയിം ടു കിൽ ദ കിങ് ബട്ട് ദ ഗാർഡ്സ് സ്റ്റാബ്ഡ് ഹിം. ആ രാജാവിനെ, തന്റെ സഹോദരനെ കൊന്ന രാജാവിനെ കൊല്ലാൻ വേണ്ടി വന്നതാണ്, പ്രതികാരം ചെയ്യാൻ വന്നതാണ്. പക്ഷേ ഗാർഡുകൾ അദ്ദേഹത്തെ പിടികൂടുന്നു. ആൻഡ് ദ മാൻ ആസ്ക്ഡ് ഫോർഗിവ്നെസ് ആൻഡ് വെന്റ് അവേ. അങ്ങനെ കൊല്ലാൻ വന്ന രാജാവിന്റെ ആ ഒരു മഹാമനസ്കത കണ്ടിട്ട് ഈ മനുഷ്യന് പശ്ചാത്താപം തോന്നുന്നു. അങ്ങനെ അദ്ദേഹം ക്ഷമ ചോദിക്കുന്നു. അങ്ങനെ ക്ഷമ ചോദിച്ച് അദ്ദേഹം തിരിച്ചു പോകുന്നു. കാരണം മുറിവൊക്കെ കുറച്ചൊന്ന് ഭേദമായി. അങ്ങനെ അദ്ദേഹം തിരിച്ചു പോകുന്നു. ആൻഡ് the man asked forgiveness and went away, and the king asked his questions again, and the hermit began to answer them. ഈ സമയത്ത് രാജാവ് വീണ്ടും, ഈ മനുഷ്യൻ പോയ സമയത്ത് രാജാവ് വീണ്ടും ആ സന്യാസിയോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. അതായത് 3 ചോദ്യമുണ്ട്, ഇതുവരെ അതിന് ഉത്തരം കിട്ടിയിട്ടില്ല. ആ ചോദ്യങ്ങൾ വീണ്ടും ചോദിക്കുന്നു. ആൻഡ് the hermit began to answer them. ഈ സമയത്ത് രാജാവ് ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ, അതായത് സന്യാസി പറയുന്നു, ഇപ്പോഴെനിക്ക് മറുപടി പറയാനുള്ള ആ ഒരു ഉത്തരങ്ങൾ ഇപ്പോഴാണ് കിട്ടിയത്, ഞാൻ ഉത്തരങ്ങൾ പറയാമെന്ന് പറയുന്നു. ആദ്യമായിട്ട് പറയുന്നത് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടൈം ഈസ് നൗ. ആദ്യം ചോദിച്ചത് വിച്ച് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടൈം ടു ബിഗിൻ എ വർക്ക്, അല്ലെങ്കിൽ ടു ബിഗിൻ എവറിഥിങ്. എന്തും തുടങ്ങാനുള്ള നല്ല സമയം എന്താണ് എന്നാണ് ചോദിച്ചത്. അതിന് മറുപടി പറഞ്ഞത് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടൈം ഈസ് നൗ. അങ്ങനെ പ്രത്യേകിച്ച് ഒരു സമയമില്ല, തുടങ്ങുക എന്നുള്ളതാണ് തുടങ്ങുക. അല്ലാതെ രാഹുകാലം, മുഹൂർത്തം, മറ്റേത് മറിച്ചത് അങ്ങനെ ഒന്നും നോക്കണ്ട. ഇന്ന് ചെയ്യാം, നാളെ ചെയ്യാം. എന്താണ് നമുക്കെപ്പോഴും പറയുന്നതാണ് ന്യൂ ഇയർ ഡിസിഷൻസ്. ആ ഒരു ന്യൂ ഇയർ ഡിസിഷൻ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഒരു കാര്യം തുടങ്ങാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അന്നേരം അങ്ങ് തുടങ്ങാം, ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് തീരുമാനിക്കുക. അതാണ് സമയം. അതായത് എപ്പോഴാണ് നമുക്ക് തുടങ്ങേണ്ടത് അന്ന് തുടങ്ങാം. And the second one is the most important person is whoever you are with.
മറ്റൊരു ചോദ്യം ചോദിച്ചത് ഹു ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പേഴ്സൺ, നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആരോടാണ്, ആൻഡ് ഹു ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പേഴ്സൺ ദാറ്റ് വി ലിസൺ ടു, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആരുടെ വാക്കുകൾക്കാണെന്ന് ചോദിച്ചിരുന്നു. അതിന് മറുപടി നമ്മുടെ ഹർമിറ്റ് പറഞ്ഞത് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പേഴ്സൺ ഇസ് ഹൂ എവർ യു ആർ വിത്ത്, നിങ്ങളോടൊപ്പം ഉള്ളത് ആരാണോ, നിങ്ങളുടെ സുഖത്തിലും ദുഃഖത്തിലും നിങ്ങളുടെ എല്ലാ കഷ്ടപ്പാടുകളിലൊക്കെ നിങ്ങളുടെ കൂടെ നിൽക്കുന്നത് ആരാണോ അവരുടെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. മൂന്നാമത്തെ ചോദ്യം വാട്ട് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ടു ഡു, നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് എന്നായിരുന്നു മൂന്നാമത്തെ ചോദ്യം. അതിന് സന്യാസി മറുപടി പറയുന്നത് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പേഴ്സൺ ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ടു ഡു ഈസ് ടു ഹെൽപ്പ് ദ പേഴ്സൺ യു ആർ വിത്ത്. നിങ്ങൾ എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത്, ഏറ്റവും ആർക്കാണ് നല്ലത് ചെയ്യേണ്ടത് എന്ന് ചോദിച്ച സമയത്ത് ദ പേഴ്സൺ യു ആർ വിത്ത്, നിങ്ങളോടൊപ്പമുള്ള ആൾക്കാണ് നിങ്ങൾ നന്മ ചെയ്യേണ്ടത്, അവരെയാണ് നിങ്ങൾ സഹായിക്കേണ്ടത്. അല്ലാതെ കാണുന്ന എല്ലാവരെയും സഹായിച്ചിട്ട് കാര്യമില്ല. നിങ്ങളുടെ സുഖത്തിലും ദുഃഖത്തിലും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും നിങ്ങളുടെ കൂടെ നിൽക്കുന്നത് ആരാണോ അവരെയാണ് നിങ്ങൾ സഹായിക്കേണ്ടതെന്ന് പറയുന്നു. അങ്ങനെ ആ 3 ചോദ്യങ്ങൾക്കും രാജാവിന് ഉത്തരം കിട്ടുന്നു. ആൻഡ് the theme of the story is self-discovery, wisdom, and the importance of living in the present, and also forgiveness and acceptance. ഇതാണ് ഇതിന്റെ കഥ. 3 questions എന്നുള്ളതിന്റെ ആ ഒരു സിനോപ്സിസ് ഇതാണ്. 3 ചോദ്യങ്ങൾ ചോദിച്ചു, ആ 3 ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടി. ഇതിന്റെ പ്രധാനപ്പെട്ട തീംസ് സെൽഫ് ഡിസ്കവറി, അതായത് സ്വയം മനസ്സിലാക്കുക, അതേപോലെ തന്നെ വിസ്ഡം, അതേപോലെ ദ ഇമ്പോർട്ടൻസ് ഓഫ് ലിവിങ് ഇൻ ദ പ്രസന്റ്, അറ്റ് പ്രസന്റില് ജീവിക്കുക, അതായത് ഡോണ്ട് ബോദർ അബൌട്ട് ദ പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ. കഴിഞ്ഞു പോയതിനെ കുറിച്ചോ നമ്മൾ ശല്യ പറയാറുണ്ട്, വി ലുക്ക് ബിഫോർ ആൻഡ് ആഫ്റ്റർ ആൻഡ് പൈൻ ഫോർ വാട്ട് ഈസ് നോട്ട്. നമ്മള് കഴിഞ്ഞുപോയ കാലത്തെ കുറിച്ചും വരാനുള്ള കാലത്തെ കുറിച്ചൊക്കെ ആവലാതിപ്പെടും. ആൻഡ് വി ഫോർഗെറ്റ് ദി പ്രസന്റ്, പ്രസന്റിനെ നമ്മൾ മറന്നുപോകും. അന്നൊന്ന് ജീവിക്കാം, എപ്പിക്യൂറിയൻ തിയറി പോലെ ഈറ്റ് ഡ്രിങ്ക് ആൻഡ് ബി മെറി ടുമോറോ യു മേ ഡൈ. അന്നുള്ള ലിവിൻ ദ പ്രസന്റ് എന്നുള്ള ആ ഒരു കാര്യവും നമുക്ക് ഇതിനകത്ത് നിന്ന് മനസ്സിലാകും. അതേപോലെ ഫോർഗീവ്നെസ്, തന്നെ കൊല്ലാൻ വന്ന ആ മനുഷ്യനോട് രാജാവ് ക്ഷമിച്ചു, അതേപോലെ തന്നെ ആൻഡ് ആക്സെപ്റ്റൻസ്, സ്വീകരിക്കുക. ഇതൊക്കെയാണ് ഇതിനകത്ത് തീംസ്. ആൻഡ് ദ മോറൽ ഓഫ് ദ സ്റ്റോറി ഈസ് ടു ലിവ് ഇൻ ദ പ്രസന്റ് ആൻഡ് നോട്ട് ഗ്രംബിൾ അബൌട്ട് ദ പാസ്റ്റ് ആൻഡ് ഡോണ്ട് ബി ആങ്ഷ്യസ് അബൌട്ട് ദി ഫ്യൂച്ചർ. ഭാവിയെ കുറിച്ചും കഴിഞ്ഞ കാലത്തെ കുറിച്ചും ഒക്കെ ടെൻഷൻ ആകാതെ അറ്റ് പ്രസന്റിനെ കുറിച്ച് ചിന്തിക്കുക, അതിൽ ജീവിക്കുക. ഇതൊക്കെയാണ് ഇതിനകത്തെ തിങ്സ്. ഇതാണ് ഇതിനകത്തെ മെയിൻ പോയിന്റ്സ്. ഇതിനകത്ത് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ടൈറ്റിൽ സിഗ്നിഫിക്കൻസ് ആണ്. ദ 3 questions, വിച്ച് ആർ ദ 3 questions ആൻഡ് വാട്ട് ആർ ദി ആൻസേഴ്സ് ഓഫ് ഇറ്റ്, അത് ചോദിക്കാം. അതേപോലെ തന്നെ വാട്ട് ഈസ് ദി എക്സ്പ്ലനേഷൻ ഓഫ് ദി ഹെർമിറ്റ് അബൌട്ട് ദ ക്വസ്റ്റ്യൻസ്, ആ ക്വസ്റ്റ്യന്റെ ആൻസർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ്, ഹെർമിറ്റ് രാജാവിനെ എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തത്. പിന്നീട് ചോദിക്കാവുന്നത് ദ സ്റ്റോറി ഓഫ് ദ മാൻ ഹു വാസ് സ്റ്റാർഡ് ബൈ ദ ഗാർഡ്സ്, ആ രാജാവിന്റെ ഗാർഡുകള് കുത്തിയ മനുഷ്യന്റെ കഥ എന്താണ്, അയാളെ കുറിച്ച് വിവരിക്കാൻ ചോദിക്കാം. ഇത്രയാണ്. പിന്നെ ചോദിക്കാവുന്നതിലെ മേജർ തീംസ് ഏതൊക്കെയാണെന്നും ചോദിക്കാം. ദീസ് ആർ ദ പോയിന്റ്സ്. ഹോപ്പ് യു എൻജോയ്ഡ് ഇറ്റ്. താങ്ക് യു.